രാത്രി 8 PM. മുംബൈ നഗരം. കനത്ത മഴയിൽ റോഡ് മുഴുവൻ വെള്ളം തളം കെട്ടി നിൽക്കുന്നു. ഭയപ്പെടുത്തുന്ന ഇടിയും മിന്നലും. ആകാശം പോലും പെയ്യുന്നു. കാരണം അഗ്നിദേവ് റായ്ചന്ദ് തെരുവിലിറങ്ങിയിരിക്കുന്നു. അവൻ്റെ തോളിൽ നിന്നും കാലിൽ നിന്നും രക്തമൊഴുകുന്നു. ഷർട്ട് മുഴുവൻ രക്തം. പക്ഷെ അവൻ തളർന്നില്ല. അവൻ ചിലപ്പോൾ നടക്കുന്നു, ചിലപ്പോൾ ഓടുന്നു. അഗ്നി കോർപ്പിൻ്റെ മുന്നിൽ അവൻ്റെ റോൾസ് റോയ്സ് കിടപ്പുണ്ട്. ഡ്രൈവർ വിറച്ചുകൊണ്ട് ഡോർ തുറന്നു. സർ, ഹോസ്പിറ്റൽ പോകാം, ബ്ലഡ് പോകുന്നു, അയാൾ പേടിയോടെ പറഞ്ഞു. അഗ്നി അവനെ നോക്കി ഒരു നോട്ടം. ഡ്രൈവറിൻ്റെ വാക്ക് തൊണ്ടയിൽ കുടുങ്ങി. കാർ സ്റ്റാർട്ട് ചെയ്, എന്നിട്ട് ട്രേസ് ചെയ്. ആ പോയ കാർ ട്രേസ് ചെയ്യാൻ അവൻ അലറി. എൻ്റെ നച്ചുവിനെ കൊണ്ടുപോയ കാർ ഇപ്പോൾ ഈ നിമിഷം എനിക്ക് കിട്ടണം. ഡ്രൈവർ വിറച്ചുകൊണ്ട് കാറെടുത്തു. അഗ്നി ബാക്ക് സീറ്റിൽ കയറി കണ്ണടച്ചു പിടിച്ചു. അവൻ്റെ മനസ്സിൽ ഒരേ ഒരു മുഖം, നച്ചു. അവളുടെ അവസാന നിലവിളി കാതിൽ മുഴങ്ങി. അഗ്നി, സേവ് മീ. ആ ശബ്ദം അവൻ്റെ കാതിൽ വീണ്ടും വീണ്ടും മുഴങ്ങുന്നുണ്ട്. അവൻ്റെ കൈ മുറുകി. സീറ്റിൽ ചോര പടർന്നു. പക്ഷെ അവന് വേദനയില്ല, ഉള്ളിലെ വേദന മാത്രം. അവളെ നഷ്ടപ്പെട്ട വേദന. തൻ്റെ മുന്നിൽ നിന്നും അവളെ കൊണ്ടുപോയതിലുള്ള വേദന. ഫോൺ റിങ് ചെയ്തു. വിക്രം? ബോസ്. എന്താ വിക്രം സ്റ്റാറ്റസ്? ബോസ്, CCTV ചെക്ക് ചെയ്തു. ബ്ലാക്ക് സ്കോർപിയോ. നമ്പർ ഫേക്കാണ് ബോസ്. സിറ്റി വിട്ടു പോകുന്നുണ്ട് ഹൈവേയിലേക്ക്. ഓൾഡ് പോർട്ട് റോഡ്. അവിടെ രുദ്രയുടെ ഓൾഡ് ഗോഡൗൺ ഉണ്ട്. ഷിപ്പ്യാർഡ് ബോസ്. ബോസ്, നിങ്ങൾ വരണ്ട ബോസ്, ഞാൻ പോകാം. ടീമായി. അഗ്നി കണ്ണു തുറന്നു. അവൻ്റെ കണ്ണ് ഇപ്പോൾ ചുവപ്പ് രാശി പടർന്നിട്ടുണ്ട്. വിക്രം, അവൻ പതിയെ വിളിച്ചു. ഞാൻ വരും, തിരിച്ചു വരും, എൻ്റെ നച്ചുവിനെയും കൊണ്ട്. നീ പോലീസിനെ വിളിക്കരുത്, മീഡിയ അറിയരുത്, ഒരു വാർത്ത പോലും പുറത്തു പോകരുത്. അവൾക്കൊന്നും പറ്റരുത്. അവളുടെ പേര്, അവളുടെ മാനം, അതിനെന്തേലും പറ്റിയാ ഞാൻ ഈ ലോകം തന്നെ നശിപ്പിക്കും. യെസ് ബോസ്. അവൻ്റെ സ്വരത്തിൽ വിക്രം വിറച്ചുപോയി. പക്ഷേ ഞങ്ങൾ വരുന്നുണ്ട് ബോസ്. ഗോഡൗണിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യും. നിങ്ങൾ പറയുന്നത് വരെ അകത്ത് കയറില്ല, സത്യം. വിക്രം പറഞ്ഞതും അഗ്നി ഫോൺ കട്ട് ചെയ്തു. ഡ്രൈവർ, സ്പീഡ് കൂട്ട്. കാർ 200-ൽ പാഞ്ഞു. മഴയെ കീറി മുറിച്ചുകൊണ്ട് കാർ പാഞ്ഞു. അഗ്നിയുടെ ഉള്ളിലെ അഗ്നിയെപ്പോലെ. ഓൾഡ് പോർട്ട് റോഡ് ഷിപ്പ്യാർഡ്. രാത്രി 9 PM. ചുറ്റുമിരുട്ട്. കടലിൻ്റെ തിര വീശിയടിക്കുന്ന ശബ്ദം കേൾക്കാം. ഒരു പഴയ ഗോഡൗൺ. ഉള്ളിൽ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. നക്ഷത്രയെ ഒരു ചെയറിൽ കെട്ടിയിട്ടിരിക്കുന്നു. വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു. മുടി അഴിഞ്ഞു കിടക്കുന്നു. ലൈറ്റ് ബ്ലൂ ചുരിദാറിൽ ചോര പുരണ്ടിരിക്കുന്നു. അവളുടെ മുന്നിൽ ഒരുവൻ. കയ്യിൽ വിസ്കി ഗ്ലാസ്. ചിരിക്കുന്നു. ഉണർന്നോ ബ്യൂട്ടിഫുൾ? ഇത് അയാളല്ലേ, രുദ്രപ്രതാപ്? അയാൾ എങ്ങനെ ഇവിടെ വന്നു? അപ്പോൾ അവിടെ വന്നതാരാ? അവൾ ആകെ അമ്പരപ്പോടെ അയാളെ നോക്കി. അവൻ ചിരിച്ചു. എന്താ ബ്യൂട്ടിഫുൾ, പേടിച്ചു പോയോ? ഹോ, ഞാൻ ഇവിടെയാണെങ്കിൽ അവിടെ വന്നതാരാണെന്ന് ആലോചിക്കുവാണോ? അയാൾ ഉറക്കെ ചിരിച്ചു. അവൻ അഗ്നിയാണ്. എപ്പോ എന്തു ചെയ്യുമെന്ന് ആർക്കും ഊഹിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അപരനെ ഇറക്കി കളിച്ചു. അഗ്നി അവനെ ഇപ്പോൾ പരലോകത്തിൽ അയച്ചിട്ടുണ്ടാകും. എനിക്കറിയാം അവന് നീ എന്ന ഭ്രാന്താണെന്ന്. പക്ഷെ ഇവിടെ നിന്റെ ഹീറോ വരുമെന്ന് കരുതിയോ? വരില്ല. കാരണം അവനിപ്പോൾ ഹോസ്പിറ്റലിൽ കാണും, അല്ലെങ്കിൽ ചത്ത് കാണും. ഞാൻ അവനെ ഷൂട്ട് ചെയ്തതാണ്, 2 ബുള്ളറ്റ്. ഓ സോറി എൻ്റെ അപരൻ. നക്ഷത്രം ഞെട്ടി, വിറച്ചു. ഇല്ല, അവൾ തലയാട്ടി. അഗ്നി, അവൻ വരും, അഗ്നിയായി വരും, അവൾ പുലമ്പി. രുദ്ര അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ മുടിയിലൊന്ന് തൊട്ടു. വേണ്ട, അവൾ പിന്നോട്ട് വലിഞ്ഞു. തുടരുതന്നെ. അവളുടെ കണ്ണിൽ പേടിയുണ്ട്. പക്ഷേ ആ പേടിയുടെ അടിയിൽ ദേഷ്യവും തെളിഞ്ഞു. അഗ്നിയെപ്പറ്റി പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൽ എന്തോ ഒരു ഊർജം നിറഞ്ഞതുപോലെ. തൊടും, ഞാൻ നിന്നെ തൊടും. നിന്റെ അഗ്നിയെ കൊന്നിട്ട് ഞാൻ നിന്നെ. രുദ്ര പറഞ്ഞു തീർന്നില്ല. ഗോഡൗണിൻ്റെ ഡോർ ഒരു വലിയ ശബ്ദത്തിൽ തകർന്നു വീണു.
പൊടിയും മഴവെള്ളവും ഇരച്ചു കയറി. ഇരുട്ടിൽ നനഞ്ഞ ഒരു രൂപം പതിയെ അകത്തേക്ക് നടന്നു വരുന്നു. കറുത്ത സ്യൂട്ട്, ശരീരം മുഴുവൻ രക്തക്കറ, തോളിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ട്, കാലിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ട്. പക്ഷേ അവൻ സ്ട്രോങ്ങായി നിൽക്കുന്നു, നേരെ, നട്ടെല്ല് വളയ്ക്കാതെ. ഒരു ഡെവിൾ പോലെ അഗ്നിദേവ് റായ്ചന്ദ്. അവൻ്റെ കണ്ണിൽ ഇപ്പോൾ ഒന്നുമില്ല. നോ ആങ്ങർ, നോ പെയിൻ, നോ ഇമോഷൻ, വെറും ശൂന്യത, ഡെത്ത്. രുദ്രയുടെ കയ്യിലെ ഗ്ലാസ് നിലത്ത് വീണുടഞ്ഞു. നീ ചത്തില്ലേ? എങ്ങനെ? അതെങ്ങനെ? 2 ബുള്ളറ്റ് നിന്റെ ശരീരത്തിൽ, അത് ഞാൻ കണ്ടതാണല്ലോ. അഗ്നി ഒന്നും മിണ്ടിയില്ല. അവൻ നടന്നു, ഓരോ സ്റ്റെപ്പ് സൂക്ഷിച്ച് മുന്നോട്ട് വെച്ച്. അത് ഗോഡൗണിൽ മ്യൂട്ടായി മുഴങ്ങി. അവൻ്റെ പിന്നിൽ വിക്രം, കൂടെ 10 പേർ, കയ്യിൽ ഗൺ. പക്ഷേ അവർ അനങ്ങാതെ നിൽക്കുന്നു. അഗ്നി പറഞ്ഞതുപോലെ തന്നെ, അവൻ പറയുന്നത് വരെ അവർ അനങ്ങില്ല. നക്ഷത്ര അഗ്നിയെ കണ്ടു. അവളുടെ കണ്ണുവിടർന്നു. ഒപ്പം അവൾ പൊട്ടിക്കരഞ്ഞു. അഗ്നി! അവൾ പ്ലാസ്റ്ററിൻ്റെ ഉള്ളിൽ നിന്ന് നിലവിളിച്ചു. ശബ്ദം പുറത്തേക്ക് വന്നില്ല. പക്ഷെ അവനത് കേട്ടു, കൃത്യമായി കേട്ടു. അവൻ്റെ ഹൃദയം. അവൾ അവനെ ഒന്ന് നോക്കി, ഒരു നിമിഷം. ആ നിമിഷത്തിൽ അവൻ്റെ കണ്ണിൽ ഇമോഷൻ വന്നു. വേദന, സ്നേഹം എന്നിവ തെളിഞ്ഞു. സോറി. അവൻ ചുണ്ടനക്കി. ശബ്ദമില്ല. പക്ഷെ അവൾ വായിച്ചു. ഞാൻ ലേറ്റായിപ്പോയി, സോറി. അവൾ തല വിലങ്ങനെ ആട്ടി. ഇല്ല. രുദ്ര പിന്നോട്ട് മാറി. ഷൂട്ടേ! അവൻ തൻ്റെ ആൾക്കാരോട് അലറി. 5 പേർ അഗ്നിക്ക് നേരെ ഗൺ ചൂണ്ടി. അഗ്നി അവിടെ തന്നെ നിന്നു. കൈ ഉയർത്തിയില്ല, ഓടിയില്ല. അവൻ പേടിച്ചില്ല. അവൻ ചിരിച്ചു. ആദ്യമായി ആ രക്തം പുരണ്ട മുഖത്ത് ഒരു ചിരി. പക്ഷെ ആ ചിരി, അത് കണ്ടവൻ്റെ രക്തം മരവിപ്പിക്കുന്ന ചിരിയായിരുന്നു. ഷൂട്ട് മീ! അവൻ വിളിച്ചു പറഞ്ഞു. എന്നെ കൊല്ല്, പക്ഷേ അവൾക്കൊരു പോറലേറ്റാ നിങ്ങളെല്ലാവരും ഈ ഗോഡൗണിൽ വെന്ത് മരിക്കും. ഞാൻ നിങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലും. അവൻ്റെ ശബ്ദം അത് മനുഷ്യൻ്റേതല്ല. അവർ അത് തിരിച്ചറിഞ്ഞു. രുദ്രയുടെ ആളുകൾ വിറച്ചു. അവരുടെ കൈ താഴ്ന്നു. രുദ്ര പകച്ചു. പിന്നെ പെട്ടെന്നോടിച്ചെന്ന് നക്ഷത്രയുടെ കഴുത്തിൽ കത്തിവെച്ചു. അഗ്നിയെ നോക്കി. നീ അനങ്ങിയ, ഇന്ന് ഞാൻ ഇവളെ കൊല്ലും. അവൻ അലറി. അഗ്നി നിന്നു. അവൻ്റെ കണ്ണ് നക്ഷത്രയിൽ തറഞ്ഞു. അവളുടെ കഴുത്തിൽ കത്തി അമർന്നു. അവിടെ ഒരു തുള്ളി ചോര പൊടിഞ്ഞു. അഗ്നിയുടെ ലോകം നിന്നു. അവൻ്റെ ശ്വാസം നിന്നു. അവൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. വേണ്ട, അവൻ പറഞ്ഞു വളരെ പതിയെ. അവളെ വിട്. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. കമ്പനി, പണം, എൻ്റെ ജീവൻ എല്ലാം എടുത്തോ. അവളെ വിട്. രുദ്ര ചിരിച്ചു. ഇപ്പം പേടിച്ചോ ഡെവിൾ? നിന്റെ വീക്ക്നെസ് ഇവളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവൻ കത്തി ഒന്നുകൂടെ അമർത്തി. നക്ഷത്രയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങി. പക്ഷെ അവൾ അഗ്നിയെ നോക്കി, തലയാട്ടി. വേണ്ടെന്ന്, എന്നെ വിട്ട് കൊടുക്കരുതെന്ന്, നീ പോരാടെന്ന്, നിനക്ക് കഴിയുമെന്ന്. അഗ്നി അത് കണ്ടു. അവൻ്റെ ഹൃദയം തൊട്ടറിഞ്ഞു അവളുടെ ആഗ്രഹം. അവളുടെ കണ്ണ്, അതിൽ പേടിയില്ല, വിശ്വാസമാണ്, തന്നിലുള്ള വിശ്വാസം. അവൾ അവനെ വിശ്വസിക്കുന്നു. അവൻ അവളെ രക്ഷിക്കുമെന്ന്. അഗ്നിയുടെ ഉള്ളുണർന്നു. അവൻ്റെ വേദന പോയി, ബുള്ളറ്റിൻ്റെ വേദന പോയി. ഇപ്പോൾ ഉള്ളത് ഒന്ന് മാത്രം, അവളെ രക്ഷിക്കണം. അവൻ പതിയെ കൈനീട്ടി. രുദ്ര, നമുക്ക് ഡീൽ ചെയ്യാം. എന്ത് ഡീൽ? ഞാനും നീയും ഒറ്റയ്ക്ക്. നോ ഗൺ, നോ ഗാർഡ്സ്. കൈകൊണ്ട് മാത്രം. നീ ജയിച്ചാ നീ അവളെ കൊണ്ടുപോയിക്കോ. കമ്പനി എടുത്തോ, ഞാൻ തടുക്കില്ല. പക്ഷേ ഞാൻ തോറ്റാ, നീ അവളെ വിടണം, സേഫായി. പിന്നെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, മറ്റൊന്നും എനിക്ക് വേണ്ട. രുദ്ര ഒരു നിമിഷം ചിന്തിച്ച്. അഗ്നിക്ക് 2 ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ട്. ബ്ലഡ് പോകുന്നുണ്ട്. അവൻ വീക്കാണ്. അപ്പോൾ പിന്നെ ഞാൻ ജയിക്കും. ചിരിയോടെ അവൻ പറഞ്ഞു. ഓക്കെ, ഡീൽ. അവൻ തുടർന്നു. പക്ഷേ നിന്റെ ആളുകൾ, അവർ അനങ്ങരുത്. അഗ്നി തലയാട്ടി. വിക്രം? യെസ് ബോസ്. നോ മൂവ്സ്. യെസ് ബോസ്. രുദ്ര നക്ഷത്രയെ തള്ളി മാറ്റി. അവൾ ചെയറുമായി നിലത്തേക്ക് വീണു. അഗ്നിയുടെ കണ്ണിൽ തീ പാറി. പക്ഷേ അവൻ കൺട്രോൾ ചെയ്തു നിന്നു.
രുദ്ര കത്തി വീശിയെറിഞ്ഞു. ഷർട്ട് ഊരി അഗ്നിയുടെ നേരെ വന്നു. അഗ്നി അവിടെ തന്നെ നിന്നു, അനങ്ങിയില്ല. രുദ്രയുടെ ഫസ്റ്റ് പഞ്ച് അഗ്നിയുടെ മുഖത്ത്. അഗ്നി ഒന്ന് ആടി. വായിൽ നിന്ന് രക്തം തെറിച്ചു. പക്ഷേ അവൻ തിരിച്ചടിച്ചില്ല. അടിക്ക്, അവൻ പറഞ്ഞു. എന്നെ കൊല്ല്, പക്ഷേ അവളെ വിടണം. രുദ്ര വീണ്ടും അടിച്ചു. വയറ്റിലിടിച്ചു. തോളിലെ മുറിവിൽ ആഞ്ഞിടിച്ചു. അഗ്നി മുട്ടുകുത്തി. പക്ഷെ അവൻ്റെ കണ്ണ് നക്ഷത്രയിൽ തറച്ചു നിന്നു. അവൾ കരയുന്നു. വേണ്ട എന്ന് തലയാട്ടുന്നു. പോരാടെന്ന് പറയുന്നു. അഗ്നി ചിരിച്ചു. നിനക്ക് വേണ്ടി ഞാൻ മരിക്കും നച്ചു, അവൻ മെല്ലെ പറഞ്ഞു. രുദ്ര അവൻ്റെ തലയിൽ ചവിട്ടാൻ കാലുയർത്തി. അപ്പോൾ അഗ്നി അങ്ങ് പൊങ്ങി. ഒരു നിമിഷം കൊണ്ട് അവൻ്റെ കൈ രുദ്രയുടെ കഴുത്തിൽ പിടിമുറുക്കി, ഇരുമ്പ് പോലെ. രുദ്രയുടെ കണ്ണ് തള്ളി. ഇത്രയും ശക്തി? അത് എങ്ങനെ? നീ വീക്കല്ലേ? അഗ്നി അവൻ്റെ ചെവിയിൽ പറഞ്ഞു. ഞാൻ വീക്കാണ് അവൾ കരയുമ്പോൾ, അവൾക്ക് വേദനിക്കുമ്പോൾ. പക്ഷേ അവളെന്നെ വിശ്വസിക്കുമ്പോൾ ഞാൻ അഗ്നിയാണ്. അവൻ ഒരു കൈകൊണ്ട് രുദ്രയെ എടുത്തു പൊക്കി. ഗോഡൗണിൻ്റെ അയൺ പില്ലറിൽ അടിച്ചു. പില്ലർ വളഞ്ഞുപോയി. രുദ്രയുടെ എല്ല് നുറുങ്ങുന്ന ശബ്ദം കേട്ടു. അവൻ നിലത്ത് വീണ് അനങ്ങാതെ കിടന്നു, ചത്തതുപോലെ. ജീവനുണ്ട്, പക്ഷേ ഇനി എഴുന്നേക്കില്ല. അഗ്നി തിരിഞ്ഞ് നക്ഷത്രയുടെ അടുത്തേക്ക് ഓടി. അവളുടെ മുന്നിൽ മുട്ടുകുത്തി. അവളുടെ കെട്ടഴിച്ചു. പ്ലാസ്റ്റർ മെല്ലെ വലിച്ചു മാറ്റി. അവൾക്ക് വേദനിക്കാതെ. നച്ചു, അവൻ ആർദ്രമായി വിളിച്ചു. അവളുടെ മുഖം കൈകളിൽ തുടച്ചു. അഗ്നി. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. പിന്നെ പൊട്ടിക്കരഞ്ഞു. ഞാൻ പേടിച്ചു പോയഗ്നി. നിങ്ങൾ മരിച്ചു പോകുമോ എന്ന്. അഗ്നി അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ ചോര അവളുടെ ഡ്രസ്സിൽ പുരണ്ടു. ഇല്ല, ഞാൻ പോകില്ല, എങ്ങും പോകില്ല. നീ ഉള്ളിടത്തോളം ഞാൻ മരിക്കില്ല, അവൻ പറഞ്ഞു. അവൻ്റെ ശബ്ദം ഇടറിപ്പോയി. വിക്രം ഓടി വന്നു. ബോസ്, ഹോസ്പിറ്റലിൽ പോകാം ബോസ്. അഗ്നി തലയാട്ടി. വേണ്ട, ഫസ്റ്റ് ഇവളെ വീട്ടിൽ കൊണ്ടാക്കണം. അവൾ സേഫാണെന്ന് അമ്മയെ കാണിക്കണം. പിന്നെ മതി ഹോസ്പിറ്റലിൽ പോകുന്നത്. ബോസ്, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നു, വിക്രം വേദനയോടെ പറഞ്ഞു. ഇവൾ സേഫായാൽ മതി വിക്രം, എൻ്റെ ബ്ലഡ് പോട്ടെ. അവൻ നക്ഷത്രയെ കയ്യിൽ വാരിയെടുത്തു. ഒരു കുഞ്ഞിനെ പോലെ എന്നിട്ട് നടന്നു നീങ്ങി. ഗോഡൗണിന് പുറത്തേക്ക്, മഴയിലേക്ക്. നക്ഷത്ര അവൻ്റെ നെഞ്ചിൽ തല ചായ്ച്ചു. അവൻ്റെ ഹാർട്ട് ബീറ്റ് ശ്രദ്ധിച്ചു. അത് വേഗത്തിൽ മിടിക്കുന്നു. പക്ഷെ അവൻ സ്ട്രോങ് ആണെന്ന് അവൾക്ക് മനസ്സിലായി. ഈ ഹാർട്ട് ബീറ്റ്സ് ഇതവൾക്ക് വേണ്ടി മാത്രം. അഗ്നി, അവൾ മെല്ലെ വിളിച്ചു. താങ്ക് യു ഫോർ സേവിങ് മീ, ഫോർ എവറിത്തിങ്. അഗ്നി നിന്നു മഴയിൽ. മെല്ലെ അവളെ ഒന്ന് നോക്കി. നോ താങ്ക് യു നച്ചു. നീ എൻ്റെ ജീവനാണ്. ജീവന് വേണ്ടി ജീവൻ കൊടുക്കുന്നത് താങ്ക്സ് അല്ല, അത് ഡ്യൂട്ടിയാണ്. അവളുടെ കണ്ണ് നിറഞ്ഞു. അവൾ പെട്ടെന്ന് അവൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി. ഐ ആം സോറി. എന്തിന്? ഞാൻ നിങ്ങളെ പേടിച്ചു. നിങ്ങൾ സൈക്കോ ആണെന്ന് കരുതി. പക്ഷെ ഇന്ന് ഞാൻ കണ്ടു നിങ്ങളുടെ സ്നേഹം, എന്നോടുള്ള സ്നേഹം. അത് ഭ്രാന്തമാണ്. പക്ഷെ ആ ഭ്രാന്ത്, അത് എനിക്ക് വേണ്ടി മാത്രം. ഞാൻ പക്ഷെ അഗ്നിക്ക് മനസ്സിലായി. അവനൊന്നും പറഞ്ഞില്ല. വെറുതെ അവളെ ചേർത്ത് പിടിച്ചു. കാറിലേക്ക് നടന്നു. പിന്നിൽ ഗോഡൗണിൽ രുദ്രയുടെ നിലവിളി മുഴങ്ങിക്കേട്ടു. വിക്രം എല്ലാം ഹാൻഡിൽ ചെയ്തു. അഗ്നിയുടെ ലോകം ഇപ്പോൾ അവൻ്റെ കയ്യിലുണ്ട്, സേഫായി. അവൻ്റെ നച്ചു. രാത്രി 10 മണി. മുംബൈയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ICUവിന് പുറത്ത് നക്ഷത്ര കാത്തു നിൽക്കുന്നു. അവളുടെ ലൈറ്റ് ബ്ലൂ ചുരിദാർ മുഴുവൻ അഗ്നിയുടെ രക്തം പടർന്നിട്ടുണ്ട്. അവളുടെ കണ്ണ് കരഞ്ഞു വീങ്ങിയിരിക്കുന്നു. മുടി അഴിഞ്ഞു കിടക്കുന്നു. പക്ഷെ അവൾ വീട്ടിൽ പോയില്ല. അവിടെ തന്നെ നിന്നു, അവന് വേണ്ടി. 3 മണിക്കൂറായി. ഡോർ തുറക്കുന്നില്ല. ഡോക്ടർ പുറത്തേക്ക് വന്നില്ല. വിക്രം സൈഡിൽ നിൽക്കുന്നു. ഫോണിൽ ആരോടോ സംസാരിക്കുന്നുണ്ട്. മാഡം, നിങ്ങൾ വീട്ടിൽ പോ, ഡ്രസ്സ് ചേഞ്ച് ചെയ്യ്, റെസ്റ്റ് എടുക്ക്. ബോസ് അറിഞ്ഞാൽ ദേഷ്യപ്പെടും, ഫോൺ വച്ച് വന്ന വിക്രം പറഞ്ഞു. നക്ഷത്ര വിലങ്ങനെ തലയാട്ടി. ഇല്ല, അവനുള്ളിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ പോകും? ഞാൻ കാരണമാണ് അവന് ബുള്ളറ്റ് കൊണ്ടത്. ഞാൻ കാരണമാണ്. ഞാനിവിടുന്ന് പോയാൽ അവൻ തിരിച്ചു വരില്ല, ഒരിക്കലും. അവളുടെ ശബ്ദം ഇടറിപ്പോയി. വിക്രമിൻ്റെ കണ്ണ് നിറഞ്ഞു. മാഡം, ബോസ് നിങ്ങളെ സ്നേഹിക്കുന്നു.
ജീവനേക്കാൾ. ബോസ് മരിക്കില്ല, നിങ്ങൾക്ക് വേണ്ടി തിരിച്ചു വരും, വിശ്വസിക്കേ. നക്ഷത്ര ICU ഡോറിലേക്ക് നോക്കി. അവളുടെ മനസ്സിൽ ഗോഡൗണിലെ ഓർമ്മകൾ നിറഞ്ഞു. അവൻ ചോരയിൽ കുളിച്ചിട്ടും അവളെ ചേർത്ത് പിടിച്ചു. നോ താങ്ക് യു നച്ചു, നീ എൻ്റെ ജീവനാണ്. അവൻ്റെ കണ്ണ്, അതിൽ വേദനയുണ്ട്. അവൾക്ക് വേണ്ടി, അവളെ ഓർത്ത്. അവൻ പറഞ്ഞ കഥ, അമ്മ മരിച്ചത്, ബേസ്മെൻറ്റിൽ 3 ദിവസം കിടന്നത്, ലണ്ടനിൽ ഒറ്റയ്ക്ക് 15 വർഷം ഒരു മെഷീനെ പോലെ. പിന്നെ അവൾ വന്നപ്പോൾ അവൻ്റെ വാൾ പൊട്ടിയത്, അവൻ സൈക്കോ ആയത്, അവൾക്ക് വേണ്ടി മാത്രം. എല്ലാം ഓർത്തതും നക്ഷത്രയുടെ നെഞ്ച് പൊട്ടിപ്പോയി. അവൻ ഡെവിളല്ല, അവനൊരു കുട്ടിയാണ്, വേദനിച്ച ഒരു കുട്ടി, സ്നേഹം കിട്ടാത്തൊരു കുട്ടി. അവളെ കിട്ടിയപ്പോൾ അവൻ ഭ്രാന്തനായി. കാരണം നഷ്ടപ്പെടാൻ പേടി, വീണ്ടും ഒറ്റയ്ക്കാവാൻ പേടി. അവൾ മനസ്സിലാക്കി, അവനെ പൂർണ്ണമായി മനസ്സിലാക്കി. പെട്ടെന്ന് ഡോർ തുറന്നു. ഡോക്ടർ പുറത്തേക്ക് വന്നു. നക്ഷത്ര ഓടിച്ചെന്നു. ഡോക്ടർ, എങ്ങനെയുണ്ട് എൻ്റെ അഗ്നിക്ക്? ഡോക്ടർ മാസ്ക് ഊരി. ഔട്ട് ഓഫ് ഡേഞ്ചർ. 2 ബുള്ളറ്റ് എടുത്തു. ബ്ലഡ് ലോസ് കൂടുതലായിരുന്നു, പക്ഷെ സ്ട്രോങ് ആണ്. വിൽ പവർ. അവൻ ജീവിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്തു. ആർക്കോ വേണ്ടി അല്ലേ? ഡോക്ടർ അവളെ നോക്കി. നിങ്ങൾക്ക് വേണ്ടിയാണോ? നക്ഷത്ര തലയാട്ടി. കണ്ണുനീർ വീണു. യെസ്, എനിക്ക് വേണ്ടി, എല്ലാം എനിക്ക് വേണ്ടി. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഇപ്പോൾ ഇല്ല, ബോധം വരട്ടെ, മോർണിംഗ് ആകും. പക്ഷേ അവൻ ബോധമില്ലാതൊരു പേര് വിളിക്കുന്നുണ്ടായിരുന്നു, നച്ചു, നച്ചു എന്ന്. അതേ പറഞ്ഞുള്ളൂ, അത് മാത്രം. നക്ഷത്ര താഴേക്ക് ഇരുന്നു പോയി. അവൻ ബോധമില്ലാതെ തന്നെയും തൻ്റെ പേര് വിളിക്കുന്നു. അവളുടെ ഹൃദയം നുറുങ്ങി. വിക്രം അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മാഡം, ഇവിടെ റൂം എടുത്തിട്ടുണ്ട്, മാഡം റെസ്റ്റ് ചെയ്യ്. നിങ്ങളിങ്ങനെ ആകുന്നത് ബോസിന് ഇഷ്ടമല്ല. നക്ഷത്ര തലയാട്ടി. അവൾ റൂമിലേക്ക് പോയി, അവന് വേണ്ടി. പക്ഷേ അവൾ ഉറങ്ങിയില്ല. ചെയറിലിരുന്നു, ഡോറിലേക്ക് നോക്കി. അവൻ വരും, എഴുന്നേറ്റ് വരും, എനിക്ക് വേണ്ടി. കാരണം അവൻ പറഞ്ഞു, നീ ഉള്ളിടത്തോളം ഞാൻ മരിക്കില്ല. മോർണിംഗ് 6 AM. ICUവിനകം. അഗ്നി പതിയെ കണ്ണു തുറന്നു. വൈറ്റ് റൂം, മരുന്നിൻ്റെ മണം, ശരീരം മുഴുവൻ വേദന. തോളിൽ ബാൻഡേജ്, കാലിൽ ബാൻഡേജ്. അവൻ തലതിരിച്ചു. സൈഡിൽ ഒരു ചെയർ, അതിൽ ചാരി നക്ഷത്ര ഇരുന്നു, ഉറങ്ങുന്നു. ചെയറിൽ ചുരുണ്ടുകൂടി. അവളുടെ ഡ്രസ്സിൽ ഇപ്പോഴും ചോര, മുഖത്ത് കണ്ണുനീരിൻ്റെ പാട്. പക്ഷെ അവൾ പോയില്ല. രാത്രി മുഴുവൻ അവിടെ ഇരുന്നു, അവന് വേണ്ടി. അഗ്നിയുടെ കണ്ണ് നിറഞ്ഞു. അവൾ വന്നു തൻ്റെ അരികിൽ. അവൾ വീട്ടിൽ പോയില്ല. അവൾക്ക് തന്നെ പേടിയില്ലേ? അവൻ പതിയെ കൈപൊക്കി. നല്ല വേദന. പക്ഷേ അവൻ അവളുടെ മുടിയിൽ തൊട്ടു, വളരെ പതിയെ. നക്ഷത്ര ഞെട്ടി ഉണർന്നു. അവനെ നോക്കി. അവൻ കണ്ണു തുറന്നിരിക്കുന്നു. അഗ്നി! അവൾ അലറി എഴുന്നേറ്റു. നിങ്ങൾ ഉണർന്നോ? അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കൂടുകൂടെ ഒഴുകി. പക്ഷേ ഇത് സന്തോഷത്തിൻ്റെ കണ്ണീരാണ്. അവൾ അവൻ്റെ കൈ പിടിച്ച് ചേർത്ത് പിടിച്ചു. ആ, പതിയെ, വേദനിക്കുന്നു. അഗ്നി ചിരിച്ചു. ഹോസ്പിറ്റൽ ബെഡിൽ കിടന്ന് വേദനയോടെ ചിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, നീ ഉള്ളിടത്തോളം ഞാൻ മരിക്കില്ലെന്ന്. അവൻ്റെ ശബ്ദം ക്ഷീണിച്ചിരിക്കുന്നു, പക്ഷേ ഉറപ്പുണ്ട്. നക്ഷത്ര അവൻ്റെ കയ്യിൽ മുഖം പൂഴ്ത്തി കരഞ്ഞു. പൊട്ടി പൊട്ടി കരഞ്ഞു. എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ? അഗ്നി അവളുടെ തലയിൽ തൊട്ടു. വേണ്ട നച്ചു, നീ കരയരുത്. നീ കരഞ്ഞാ എനിക്ക് വേദന കൂടും, ബുള്ളറ്റിൻ്റെ വേദനയേക്കാൾ. നക്ഷത്ര തല ഉയർത്തി അവനെ നോക്കി, അവൻ്റെ കണ്ണിലേക്ക്. അതിലിപ്പോൾ വേദനയില്ല, സ്നേഹം മാത്രം, അവൾ മാത്രം. അവൾ മനസ്സിലാക്കി, ഇവൻ ഡെവിളല്ല, ഇവൻ മോൺസ്റ്റർ അല്ല, ഇവനൊരു മനുഷ്യനാണ്. സ്നേഹം കിട്ടാതെ വളർന്നൊരു കുട്ടി. ഇപ്പോൾ സ്നേഹം കിട്ടിയപ്പോൾ അവനത് മുറുകെ പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു, വിട്ടാൽ നഷ്ടപ്പെടുമെന്ന് പേടിച്ച്. അവൾ പതിയെ എഴുന്നേറ്റു. അവൻ്റെ അടുത്തേക്ക് നീങ്ങി ബെഡിലേക്കിരുന്നു, വളരെ അടുത്ത്. അഗ്നി, അവൾ വിളിച്ചു. ഞാൻ ആദ്യം പേടിച്ചു. നിങ്ങളുടെ സ്നേഹം അത് ഇൻസ്റ്റൻസ് ആണ്, ഡേഞ്ചറസ് ആണ്. ഞാനൊരു നോർമൽ ലൈഫ് ആഗ്രഹിച്ചു. പക്ഷേ അവൾ നിർത്തി. അവൻ്റെ കൈ പിടിച്ചു. ഇന്നലെ നിങ്ങൾ എനിക്ക് വേണ്ടി ബുള്ളറ്റ് കൊണ്ട് മരിക്കാൻ കിടന്നു. എന്നിട്ടും നിങ്ങൾ ചിരിച്ചു, എന്നോട് സോറി പറഞ്ഞു, വരാൻ ലേറ്റായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിലാക്കി, നിങ്ങളുടെ സ്നേഹം അത് ഭ്രാന്തമാണെന്ന്. പക്ഷെ ആ ഭ്രാന്ത് അത് പ്യുവറാണെന്ന്. നിങ്ങൾ സൈക്കോ ആണ്, പക്ഷെ ആ സൈക്കോ അത്
എനിക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾ പൊസസീവാണ്, പക്ഷേ ആ പൊസസീവ്നെസ് അതെന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മാത്രമാണ്. നിങ്ങൾ ഡേഞ്ചറസ് ആണ്, പക്ഷേ ആ ഡേഞ്ചർ അതിൻ്റെ ശത്രുക്കൾക്ക് മാത്രമാണ്. അഗ്നിയുടെ കണ്ണ് വിടർന്നു. അവൻ അവളെ നോക്കി. അവൾ എന്താണ് പറയുന്നത്? ഞാൻ നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കി അഗ്നി. നിങ്ങളുടെ പാസ്റ്റ്, നിങ്ങളുടെ പെയിൻ, നിങ്ങളുടെ ഫിയർ എല്ലാം. ഇനി ഞാൻ പോകില്ല, എങ്ങും പോകില്ല. എനിക്ക് നിങ്ങളെ പേടിയില്ല. നിങ്ങളുടെ ഭ്രാന്ത് അതെനിക്ക് വേണം. നിങ്ങളുടെ പൊസസീവ്നെസ് അതെനിക്ക് വേണം. നിങ്ങളുടെ ലവ് അതെനിക്ക് വേണം. കാരണം അവൾ അവൻ്റെ കണ്ണിൽ നോക്കി കണ്ണുനീർ ഒഴുക്കി. ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു അഗ്നി. ഈ സൈക്കോയെ ഞാൻ പ്രണയിക്കുന്നു. ഐ ലവ് യു ദേവേട്ടാ.